ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 4:7. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലം ചിന്തിച്ച കയീൻ്റെയും ഹാബേലിൻ്റെയും ഒരു ഭാഗമാണ്. നമുക്ക് ഓൾറെഡി സൺഡേ സ്കൂളിലായാലും അനേക ദൈവദാസന്മാരിൽ നിന്ന് നമ്മൾ കേട്ട് പരിചയമുള്ളൊരു വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനും ഒരുപാട് വട്ടം ഇത് വായിച്ചു പോന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഇത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടൊരു കാര്യം, നമുക്കിതിൻ്റെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ഹാബേൽ ആട്ടിടയൻ കൂട്ടത്തിൽ നിന്ന് നല്ലൊരു കടിഞ്ഞൂലിനെ എടുത്ത് യഹോവയ്ക്ക് യാഗമായി അർപ്പിച്ചു, അല്ലേ? കയീനോ കൃഷിക്കാരനായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ്റെ വഴിപാടും ദൈവസന്നിധിയിൽ അവൻ എന്ത് ചെയ്തു? അർപ്പിച്ചു. ദൈവം ഹാബേലിൻ്റെ യാഗത്തിന്മേ പ്രസാദിച്ചു, കയീൻ്റെ മേൽ പ്രസാദിച്ചില്ല. ആമേൻ, സ്തോത്രം. അപ്പോൾ ദൈവം അവൻ്റെ മുഖം നീരസപ്പെട്ട് വാടുന്നതായിട്ട് ദൈവം കണ്ടപ്പോൾ ദൈവം കയീനോട് പറയുന്ന ഒരു കാര്യമാണ്, നീ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ മുഖം നീ എന്തിനാണ് വാടുന്നത്? ഇവിടെ ചോദിക്കുകയാണ്. കയീന് ഏറ്റവും കോപം ഉണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാൽ യഹോവ കയീനോട് പറയും, നീ കോപിക്കുന്നത് എന്തിനാണ്? നിൻ്റെ മുഖം വാടുന്നത് എന്തിന്? നീ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പ്രസാദിക്കുകയില്ലയോ? അപ്പോൾ നന്മ ചെയ്യാത്തതിലല്ലോ, അല്ലെങ്കിൽ നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്? പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോറ് തുറക്കുമ്പോഴേ നമ്മുടെ റൂമിൻ്റെ വാതിലിൽ വന്ന് പാപം കടക്കുക എന്നല്ല എൻ്റെ അർത്ഥം. വാതിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആമേൻ, സ്തോത്രം, അനേക കാര്യങ്ങളുടെ ഒരു തുടക്കമാണ്, അല്ലേ? നല്ലതായിരിക്കാം, ചീത്ത കാര്യങ്ങളായിരിക്കും, അല്ലേ? ഇപ്പം പാപം നമ്മളെ കൊണ്ട് ആദ്യം നമ്മുടെ ഹൃദയത്തിൽ തോന്നിക്കുന്ന പല ചിന്തകളാണ്. അപ്പം ഈ ചിന്തകൾ ഒരു വാതിലാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ വാതിൽക്കൽ നിന്ന് പാപം എന്ത് ചെയ്യാണ്? കിടക്കുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഏതൊരു വിചാരത്തിൻ്റെയും, നീ എടുക്കുന്ന ഏതൊരു ചിന്തകളുടെ ആയാലും, ഒരു ഡിസിഷൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മുമ്പോട്ടേക്കൊരു വാതിലല്ല, നീ ഒരു വഴിയിലേക്ക് നീ എന്ത് ചെയ്യും? തുടക്കം കുറിക്കുമ്പോൾ തന്നെ പാപം ചെയ്ത് നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പാപം അവിടെ എന്ത് ചെയ്തിട്ട് കിടപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതെപ്പോഴും നിന്നിലേക്ക് അല്ലെങ്കിൽ മനുഷ്യജാതിയിലേക്ക് ആകർഷിച്ച് കിടക്കുകയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം ആദിയിലെ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഹവ്വയുടെ ഇതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ എടുക്കുമ്പോഴത്തേന് അപ്പോഴേ പാപമാണ്, അല്ലേ? ഏതിൻ്റെ ആദിയിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയണം, വാതിക്കൽ അത് കിടക്കുകയാണ്. ആമേൻ, സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആണ് അതിനെ എന്ത് ചെയ്യണത്? അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണമെന്നോ ഇത് ചെയ്യുന്നത്. അപ്പം ദൈവം കയീനോട് പറയാണ്, വാതിക്കൽ നിന്ന് പാപം വന്ന് കിടപ്പുണ്ട്, അതിനെ നീ എന്ത് ചെയ്യണം? റൂൾ ഔട്ട് ചെയ്യണം. അതിനെ ഓവർകം ചെയ്യേണ്ടത് നിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു ഹൃദയത്തിൽ ഒരു കൊലപാതകം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരു പാപത്തിൻ്റെ ആദ്യത്തെ വാതിൽ തുറന്നു കൊടുത്തത് അവൻ്റെ അസൂയയാണ്. ആമേൻ, സ്തോത്രം. അപ്പം അസൂയാണ്, അല്ലേ? എൻ്റെ ഒരു ചിന്തയിൽ അവൻ്റെ കൃഷിയിൽ അവനോടുള്ള ദൈവത്തിൻ്റെ പരീക്ഷണം ഒന്ന് നോക്കിയാൽ, ഹാബേലിനെ ദൈവം പ്രസാദിച്ചപ്പോൾ കയീൻ്റെ മുഖം എങ്ങനെയാണല്ലോ, അവൻ്റെ ഹൃദയം എങ്ങനെ ആയിരിക്കാമെന്നും ദൈവം അവനെ പരീക്ഷിച്ചു കാണും, അല്ലേ? സ്വന്തം സഹോദരനെ ദൈവം പ്രസാദിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ മുഖം നീരസപ്പെട്ടു. അപ്പോൾ അവിടെയാണ് സ്റ്റാർട്ടിങ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പാപത്തിൻ്റെ തുടക്കം ഹൃദയത്തിലാണ്. ആമേൻ, അവൻ്റെ ചിന്തകളിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവനെ ആ ചിന്ത ചെറുതായി വളർന്നതൊരു കൊലപാതകത്തിലേക്ക് നയിച്ചുവെങ്കിൽ, ആമേൻ, സ്തോത്രം, ഇന്ന് ദൈവം നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്, ഹല്ലേലൂയ, നീ എടുക്കുന്ന ഏത് തീരുമാനത്തിൻ്റെ തുടക്കം, ആമേൻ, സ്തോത്രം, ആദിമജാതി പാപത്താൽ മുഴുകിക്കിടന്ന ഈ ലോകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ 2000 വർഷങ്ങൾക്ക് മുമ്പിൽ കാൽവറിയിൽ ദൈവം നമുക്ക് വേണ്ടി ക്രൂശിതനായിത്തീർന്നു. ഹല്ലേലൂയ, എൻ്റെ നിൻ്റെ പാപത്തെ എടുക്കുക, അല്ലേ? ഇതുപോലെ തന്നെ ഉൽപ്പത്തിയിൽ ദൈവവചനം പറയാണ്, പാപം നിൻ്റെ വാതിൽ
വാതിൽക്കൽ കിടക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എങ്കിൽ വെളിപ്പാട് പുസ്തകം 3:20 പറയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതായത് ഒരു സന്തോഷ ആയിട്ടുള്ള ഒരു വിരുന്ന് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറയുന്ന വാതിക്കൽ പാപം കിടക്കാണ്. എങ്കിൽ ഈ പാപത്തെയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലത്തെയും കാൽവറിയിൽ ദൈവം ക്രൂശിച്ചപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം അല്ലേ, ദൈവവചനം പറയുന്നത് എന്താണ്? സകലത്തെയും ദൈവം കാൽവറിയിൽ തോൽപ്പിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്ന വാതിക്കൽ നിന്ന് ഞാൻ മുട്ടുന്നു. അതായത് നിന്റെ ഹൃദയത്തിൻ്റെ വാതിക്കൽ കർത്താവായ യേശുക്രിസ്തു നിന്ന് മുട്ടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവനാണ് നമ്മളെ സമസ്ത പാപങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിൽ ഒരു വേർഡ്സ് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ ഇടയായി തീർന്നു. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ യാക്കോബിൽ ഇപ്രകാരം പറയാണ്, നന്മ അല്ലെങ്കിൽ നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാദത്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്ത ഒരു പാപമാണെന്നാണ് ദൈവവചനം പറയുന്നത്. അതായത് നിൻ്റെ ജീവിതത്തിൽ നിന്നെക്കാളും താഴ്ന്ന കുറച്ച് കുഞ്ഞുങ്ങളെ നീ കാണുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവരൊന്നുമില്ലായ്മയിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് കൊടുപ്പാനൊന്നുമില്ലെങ്കിൽ മനസ്സറിഞ്ഞ് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ആമേൻ സ്തോത്രം, എപ്പോഴും നമുക്ക് അവർക്ക് ഇല്ല എന്നല്ല, എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ കഴിയുന്നെങ്കിൽ, അതായത് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് നിനക്കറിയാം ആ ഒരു സിറ്റുവേഷനിൽ സംതിങ് ഐ നീഡ് ടു ഡു അല്ലേ, എന്തെങ്കിലും ഞാനൊന്ന് ചെയ്യണം, ഒന്നെങ്കിൽ നീ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. ഹല്ലേലൂയ. അത് ചെയ്യാതിരിക്കും കാലത്തോളം അത് എന്താണ്? തിന്മയാണ്, അല്ലെങ്കിൽ അതൊരു പാപമാണ്. നമ്മളെ പലരും ചിന്തിച്ചിരിക്കുന്നതോ ഒരു മനുഷ്യനെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ദോഷമായി പെരുമാറുന്നതോ അവനെ അടിക്കുന്നതോ അതൊക്കെ ആയിരിക്കാം പാപമെന്ന്. പക്ഷെ കർത്താവ് നമ്മുടെ മനോഭാവത്തെയും കൂടെ നോക്കിയാണ് അത് പാപമാണ് അല്ലയോ. അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത്, സഹോദരനോട് കോപിക്കുന്നവനല്ല അവനോട് കൊലപാതകം ചെയ്തു എന്നാണ് ദൈവവചനം. അവനല്ല അഗ്നി നരക്ക് യോഗ്യനാവുന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ, നമ്മുടെ ഓരോ തീരുമാനങ്ങളെ എടുക്കുമ്പോൾ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടായിരിക്കാം ദൈവം ഉൽപ്പത്തിയിൽ ഇപ്രകാരം പറയുന്നത്, പാപം നിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അതിൻ്റെ ആഗ്രഹം അതെപ്പോഴും വാ പിളർന്ന് മനുഷ്യനെ വിഴുങ്ങണം. ഹല്ലേലൂയ സ്തോത്രം. ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റബോധം നമ്മളെ പിന്തുടരും. ഹല്ലേലൂയ സ്തോത്രം. എങ്കിൽ ഇന്ന് ആരെങ്കിലും പാപത്തിൻ്റെ അടിമത്തത്തിൽ കടന്ന് അതിൻ്റെ കുറ്റബോധത്താൽ നീറുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവം നിന്നോട് പറയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അതായത് യേശു ക്രിസ്തു നിൻ്റെ ഹൃദയമാവുന്ന വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. നീ ഹൃദയത്തോടെ വിശ്വാസത്തോടെ ആ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുത്താൽ നീ എത്ര കൊലപാതക അല്ലെങ്കിൽ എത്ര പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ യഹോവ നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ കൈനോട് ദൈവം പറയുകയാണ്, നീ നന്മ ചെയ്യുക. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് നീ ചെയ്യാതിരിക്കുക. ദൈവം നീ നന്മ ചെയ്താൽ ദൈവം നിന്നിൽ പ്രസാദിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. സദൃശവാക്യത്തിലും പറയുകയാണ്, നിനക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരെ കണ്ടെത്തി നീ അവർക്ക് നന്മ ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചവരെ എന്ത് ചെയ്യണം? സഹായിക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അപ്പം ദൈവം ഒരു പക്ഷേ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഹാബേലിന് ഇതുപോലെ ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചപ്പോൾ അതിലവൻ സന്തോഷിക്കും എന്ന് ചിലപ്പോൾ ദൈവം ചിന്തിച്ചു കാണാം അല്ലേ. നമ്മുടെ സഹോദരങ്ങളുടെ ഉയർച്ചയിൽ നിനക്ക് ആനന്ദിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ അതും ഒരു നന്മ ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പാഠം, നമ്മൾ അനേകരിൽ നിന്ന് അത് സുവിശേഷം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രത്തിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കണം. അപ്പോൾ ഇവിടെ ദൈവം എടുത്തു പറയണം, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ, നന്മ ചെയ്യുമായിരുന്നെങ്കിൽ നിന്നിൽ ഞാൻ പ്രസാദിച്ചാണ്. അപ്പം എന്നെ നിന്നോടും ദൈവം പറയുന്നത്, നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അത് യോഗ്യന്മാർക്ക് നീ ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴും ഇല്ല നിൻ്റെ മാതാപിതാക്കൾ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ കൂട്ടു സഹോദരങ്ങൾ ഇന്ന് വേദനപ്പെടുന്നുണ്ടെങ്കിൽ, നിന്നെ കൊണ്ടാവും വിധം അവർക്ക് എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം ബലപ്പെടുത്തുമാറാട്ടെ. രണ്ടാമത്തെ പോയിന്റ്, ഇന്ന് പാപത്തിൻ്റെ അടിമതി അല്ലെങ്കിൽ അടിമത്വത്തിൽ കിടക്കുന്ന തൻ്റെ സ്വജാതിയെ രക്ഷിപ്പാൻ, ഹല്ലേലൂയ സ്തോത്രം, സ്വന്തം ജനത്തെ ദൈവം രക്ഷിക്കാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് നമ്മളെ ദൈവം രക്ഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് അവൻ നമ്മളെ വിളിക്കുകയാണ്. അവൻ നമ്മുടെ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ ഇനി പാപം എന്നൊരു ചിന്ത, പാപം നമ്മളെ ഭരിക്കാൻ ഇടവരരുത്. ആമേൻ.
പാപമോ ശാപമോ ഇതൊന്നും ക്രിസ്ത്യാനിയെ പിന്തുടരുന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുമാറാകട്ടെ. അതുകൊണ്ട് ശത്രുവായവൻ നീ ശാപം പിടിച്ചവൾ അല്ലെങ്കിൽ നീ പാപിയാന്ന് പറയുമ്പോൾ നിനക്ക് പറയാനായിട്ട് കഴിയണം, എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങളെ ചുമന്നവനാണ്. ആമേ സ്തോത്രം. അവൻ എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ഹല്ലേലൂയ. അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായവനാണ്. അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആമേ സ്തോത്രം. പാപത്തിൻ്റെ കുറ്റത്തെ ക്ഷമിച്ചു തന്നവനാണ് എൻ്റെ യേശു എന്ന് നിനക്ക് പറയാൻ കഴിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ വചനപ്രകാരം നന്മ ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ബലപ്പെടുത്തണം. നമ്മുടെ കൈകളെ ബലപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഈ കേട്ടപ്പെട്ട വചനപ്രകാരം നിന്നെയും ദൈവം ഇനിയും കൂടുതൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.